ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ, ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ, നിങ്ങൾക്കു സ്വർഗരാജ്യം സ്വർഗരാജ്യം. ബേത്ലഹേമിൻ ദീപമേ ദൈവരാജ്യത്തിൻ സ്വർഗ്ഗമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. ഇസ്രായേലിൻ നായക വിശ്വസ്നേഹത്തിൻ ഗായക, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. നിന്ദിതരെ നിരാശ്രയരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ക്രിസ്തുവിൻ്റെ കൂടാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ലോ. നിന്ദിതരെ നിരാശ്രയരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ക്രിസ്തുവിൻ്റെ കൂടാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ലോ. നിങ്ങൾക്കു സമാധാനം സമാധാനം. ഗലീലയായിലെ ശബ്ദമേ ഗത്സമേനിൻ ദിവ്യദുഃഖമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. കാൽവരി ചൂടിയ രക്തമേ ഗൊൽഗൊഥാമലയിലെ ദാഹമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ, നിങ്ങൾക്കു സ്വർഗരാജ്യം സ്വർഗരാജ്യം. ഭൂമിയിൽ സമാധാനം സമാധാനം. കാലം പകുത്തുമാറ്റി ചരിത്രത്തിൻ്റെ ഊടുവഴികളിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ, അനാദി മുതൽ അനന്തത വരെയുള്ള മാനവകുലത്തെ മാറോടണച്ചവൻ, പാലസ്തീനായുടെ തെരുവോരങ്ങളിൽ സ്നേഹം വിതച്ച് കാരുണ്യം പൊഴിഞ്ഞ് സൗഖ്യം നൽകി സകലർക്കും സമാധാനമേകിയവൻ, നസ്രത്തും യോർദാനും യൂദായും പിന്നിട്ട് ഗാഗുൽത്തായുടെ യാഗപീഠത്തിൽ ബലിയാടായി തീർന്നവൻ, അവൻ്റെ രക്ഷ, അവൻ്റെ ശക്തി കാൽവരി കുന്നുകളെ ഇളക്കി മറിച്ച് കാലത്തെ ഭേദിച്ച് നമ്മുടെ ഹൃദയ കവാടത്തിൽ എത്തി നിൽക്കുന്നു. നമുക്ക് ഹൃദയം തുറക്കാം, ജെറുസലേം നിവാസികളോടൊത്ത് കാൽവരി കുന്നുകളിലേക്ക് ധ്യാനപൂർവം നടന്നെടുക്കാം. ദിവ്യനാഥൻ്റെ ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികളിൽ ചവിട്ടിക്കൊണ്ടുള്ള ഈ യാത്ര എൻ്റെ രക്ഷയിലേക്കുള്ള യാത്രയാണ്.
പരിശുദ്ധ അമ്മയെപ്പോലെ, മഗ്ദലനയെപ്പോലെ, യോഹന്നാനെപ്പോലെ, വെറോനിക്കയെപ്പോലെ, നല്ല കള്ളനെപ്പോലെ, ശിമയോനെപ്പോലെ ക്രൂശിതനെ നമുക്കും അനുഗമിക്കാം. ഇതാ മനസാക്ഷി മരവിച്ച മനുഷ്യന്റെ ന്യായപീഠത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന സഹനദാസ്. ഒപ്പം നിന്നവരെല്ലാം ഒറ്റിക്കൊടുത്തു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി ഒളിച്ചു. രക്തം കിനിയുന്ന ഗത്സമനിയും കടന്ന് പരിത്യക്തതയുടെ, ഒറ്റപ്പെടലിൻ്റെ, അവഗണനയുടെ, കുറ്റപ്പെടുത്തലിൻ്റെ ലോകത്തിലേക്ക് മനുഷ്യപുത്രൻ എത്തപ്പെട്ടിരിക്കുന്നു. ആക്രോശങ്ങൾക്കും മട്ടഹാസങ്ങൾക്കുമിടയിൽ ചാട്ടവാറും ചമ്മട്ടിയടിയുമായി പെരും കള്ളനെപ്പോലെ, ഒരു കൊടും കൊലയാളിയെപ്പോലെ അവഹേളിതനായി ഈശോ പിലാത്തോസിന്റെ അരമുനമുറ്റത്തെത്തി. നീതിന്യായ ചരിത്രത്തിലെ ആ കറുത്ത വിചാരണ നൂറ്റാണ്ടുകളെ കീറിമുറിച്ച് ഇന്നും മാനവ ഹൃദയങ്ങളിൽ മാറ്റൊലിക്കൊള്ളുന്നു. എന്തു കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യനിൽ ആരോപിക്കുന്നത്? കുറ്റമില്ലെങ്കിൽ ഞങ്ങൾ ഇയാളെ കൊണ്ടുവരികയില്ലായിരുന്നു. ഓഹോ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നിയമമനുസരിച്ച് വിസ്തരിച്ചുകൊള്ളൂ. കുറ്റവാളികളെ വിസ്തരിച്ച് ശിക്ഷ വിധിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്കല്ലല്ലോ. സ്വയം രാജാവായി ചമഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഈ രാജ്യദ്രോഹിയെ വിസ്തരിച്ച് ശിക്ഷ വിധിക്കുന്നതിനാണ് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ യൂതന്മാരുടെ രാജാവാണോ? എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ ശത്രുകരങ്ങളിൽ പെടാതെ എൻ്റെ സേവകർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. അപ്പോൾ നിങ്ങൾ ഒരു രാജാവാണ് അല്ലേ? ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യത്തോട് ചേർന്നിരിക്കുന്നവർ എൻ്റെ ശബ്ദം കേൾക്കും. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റമൊന്നും ഞാൻ ഇയാളിൽ കാണുന്നില്ല. ഹെറോദേസിനും ഇയാളിൽ കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാലാണ് ഇങ്ങോട്ട് തന്നെ തിരിച്ചയച്ചത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഇയാൾ ചെയ്തിട്ടില്ല. പീലാത്തോസിന് ലഭിച്ച ചുരുളിൽ നിന്നും അദ്ദേഹം വായിച്ചറിയുന്നു. പ്രഭു, അങ്ങയുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്ന തടവുകാരൻ നിരപരാധിയാണ്. ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. അയാളെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. ഈ പെസഹ തിരുനാളിലും പതിവ് പോലെ ഒരു തടവുകാരനെ മോചിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നു. കലാപകാരിയും കൊലയാളിയുമായ ബറാബാസ്, ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈ നസ്രായൻ, ഇവരിൽ ആരെ മോചിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
ഈശോയെ ക്രൂശിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. യൂദന്മാരുടെ രാജാവെന്ന് വിളിക്കുന്ന ഈശോയെ ഞാൻ എന്തു ചെയ്യണം? അവനെ കുരിശിൽ തറയ്ക്കുക, ഈശോയെ ക്രൂശിക്കുക. വധശിക്ഷ അർഹിക്കുന്ന കുറ്റമൊന്നും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അതിനാൽ ചമ്മട്ടിയടിക്ക് വിധേയനാക്കാൻ നാം കൽപ്പിക്കുന്നു. നീയും അവനോടൊപ്പം ഉണ്ടായിരുന്നവനല്ലേ? അറിയില്ല, ഞാൻ അവനെ അറിയില്ല. കൊടും കൊലപാതകിയായിരുന്ന ബറാബാസിനെ വിട്ടയച്ചുകൊണ്ട് നിഷ്കളങ്കനും കരുണാമയനുമായിരുന്ന യേശുവിനെ ചാട്ടവറടിയേൽക്കാൻ കുരിശിൽ തറയ്ക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ വിട്ടുകൊടുത്തു. അവനിതാ ആ പീഡകൾ സഹിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. യൂദന്മാരുടെ രാജാവേ സ്വസ്തി. ഇതാ ആ മനുഷ്യൻ. അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക, അവനെ കൊണ്ടുപോകുക. നിങ്ങൾ തന്നെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളൂ. ഞാൻ ഇയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. ഞങ്ങളുടെ നിയമമനുസരിച്ച് ഇവൻ വധശിക്ഷയ്ക്ക് അർഹനാണ്. കാരണം ഇവൻ സ്വയം ദൈവപുത്രനെന്ന് അവകാശപ്പെടുന്നു. നിങ്ങൾ ആരാണ്? ദൈവപുത്രനാണോ? എന്റെ ചോദ്യത്തിന് മറുപടി തരിക. നിങ്ങളെ കുരിശിൽ തറയ്ക്കാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ട്. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതിരുന്നെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇവനെ വിട്ടയച്ചാൽ അങ്ങ് സീസറിന്റെ ശത്രുവാകും. സ്വയം രാജാവായി സീസറിനെ എതിർക്കുന്നവനാണിവൻ. ഇതാ നിങ്ങളുടെ രാജാവ്. അവനെ കൊണ്ടുപോകുക, അവനെ കുരിശിൽ തറയ്ക്കുക. നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? സീസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. യേശു എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗലീലിയനെ ജനഹിതം മാനിച്ച് കുരിശിൽ തറച്ച് കൊല്ലുവാൻ നാം വിധിക്കുന്നു. കുരിശിന്റെ വഴിയിലേക്ക് യേശുവിനോടൊത്ത് നമുക്ക് നടന്നു നീങ്ങാം. സകലർക്കും രക്ഷ നൽകാൻ സഹനത്തിന്റെ വഴിയിലേക്ക് അവിടെ നിതാ കടന്നു വരുന്നു. ക്രൂശിതന്റെ ജീവിത രഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്കവിടത്തോട് അനുരൂപപ്പെടാം. ജീവിത വഴിയോരത്ത് ആ സഹനദാസനെ നമുക്ക് കണ്ടുമുട്ടാം.
കഠിന പീഡകളും ആ ശരീരത്തെ തളർത്തിയിരിക്കുന്നു. മുറിപ്പാടുകളിലൂടെ ഒഴിഞ്ഞിറങ്ങിയ രക്തത്തുള്ളികൾ, ചമ്മട്ടിയടിയേറ്റ് മാംസകണങ്ങൾ ചിന്നിച്ചിതറിയ ശരീരം, തലയിൽ തുളച്ചിറങ്ങിയ മുൾക്കിരീടം, വെള്ളം വറ്റി വരണ്ടുണങ്ങിയ ചുണ്ടുകൾ, രക്തം കട്ടകെട്ടി വികൃതമായ താടിരോമങ്ങൾ, കല്ലും മണ്ണും നിറഞ്ഞ പെരുവഴിയിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട ശരീരത്തിൽ മുറിവും ചതവുമില്ലാത്തൊരിടം ബാക്കിയില്ല. ലോകപാപങ്ങളുടെ ഭാരം നിറഞ്ഞ കുരിശ് ആ തോളിൽ അമർത്തപ്പെട്ടിരിക്കുന്നു. നിവർന്നു നിൽക്കാനാവാത്ത വിധം അവിടുത്തേക്ക് ക്ഷതമേറ്റിരിക്കുന്നു. കൈകാലുകൾ കുഴഞ്ഞ് ശരീരം തളർന്ന് ഈശോ അതാ നിലത്ത് വീണിരിക്കുന്നു. കൈകൾ കുത്തി നിലത്തിരിക്കാൻ തുനിഞ്ഞ കർത്താവിനെ പടയാളികൾ അതാ വലിച്ചെഴുന്നേൽപ്പിച്ചു. ശരീരം കുത്തിക്കീറുന്ന വേദന, കുരിശുയാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ അന്തരീക്ഷം പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞു. അട്ടഹാസങ്ങൾക്കും ആക്രോശങ്ങൾക്കുമിടയിൽ കാരിരുമ്പ് പോലും അലിയുന്ന ഹൃദയഭേദകമായ ഒരു കൂടിക്കാഴ്ച. ജനക്കൂട്ടത്തെ തള്ളി മാറ്റി തകർന്ന ഹൃദയത്തോടെ മാതാവ് ഓടിയെത്തുന്നു. തളർന്നു താഴ്ന്ന കണ്ണുകൾ ഉയർത്തി അവിടുന്ന് അമ്മയെ നോക്കി. നെഞ്ചു പിടയുന്ന വേദന, ആർക്കുമാരെയും ആശ്വസിപ്പിക്കാനാവാത്ത അതികഠിനമായ നൊമ്പരം. അമ്മയും മകനും ഒന്നും മിണ്ടുന്നില്ല. ദുഃഖം കണ്ണീരായി അണപൊട്ടിയൊഴുകി. ഹൃദയത്തെ കീറിമുറിച്ച വാൾ പ്രവാചക ശബ്ദമായിരമായിരം പ്രതിധ്വനികളോടെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുന്നു. ആ കണ്ണൊന്ന് തുടയ്ക്കാൻ, മുഖമൊന്നൊപ്പാൻ അമ്മയുടെ ഹൃദയം വെമ്പുകയാണ്. കഥനത്തിന്റെ നെരിപ്പോടിൽ അരുമസുതനെ ആശ്വസിപ്പിക്കാനാവാതെ ആ പെരുവഴിയിൽ അമ്മ തളർന്നിരുന്നു. അമ്മയുടെ ദുഃഖം കണ്ട് ഒരു നിമിഷം നിശ്ചലനായി തീർന്ന ഈശോയെ യൂതന്മാർ ആഞ്ഞു തള്ളി. ശക്തമായ ചാട്ടവറടിയേറ്റ് ആ ശരീരമതാ പുളഞ്ഞു. വേച്ചു വേച്ചു മുന്നോട്ട് നീങ്ങി അവിടുന്ന് കാലിടറി വീണ്ടും നിലത്തു വീഴുന്നു. അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന. എഴുന്നേൽക്കാനാവാതെ അവിടുന്ന് വലഞ്ഞു. കുരിശു വലിച്ചു മാറ്റി അവിടുത്തെ പിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന പടയാളികൾ. അവിടുത്തേക്ക് നിവർന്നു നിൽക്കാനാവുന്നില്ല. പട്ടാളക്കാർ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ചാട്ടവാറടികൾ ഉയരുന്നു. മുന്നോട്ട് താങ്ങാനാവാത്ത വിധം ഈശോ അവശനായി. തിരിച്ചറിയാനാവാത്ത വിധം അവിടുത്തെ മുഖം വികൃതമായി. മുറിവുകളിൽ രക്തം വാർന്നൊഴുകുന്നു. കാൽമുട്ടുകൾ പൊട്ടി തൊലി അടർന്നു നിൽക്കുന്നു. തൊണ്ട വരളർന്നു. കണ്ണിന്റെ കാഴ്ച മങ്ങിയിരിക്കുന്നു. പീഡകളുടെ നടുവിലേക്ക് ധൈര്യപൂർവം നടന്നെടുക്കുന്ന സ്ത്രീ വെറോനിക്ക. പടയാളികളെ അവൾക്ക് ഭയമില്ല. കർത്താവിന്റെ കഠിന വേദനകളിൽ തനിക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. തീവ്രമായ സ്നേഹത്തോടെ, ഹൃദയം തകരുന്ന നൊമ്പരത്തോടെ അവൾ ഈശോയുടെ അരികിലെത്തി. എന്നും തനിക്ക് ആശ്വാസമായിരുന്ന തിരുമുഖം ഇന്നിതാ തിരിച്ചറിയാനാവാനാവാത്ത വിധം വികൃതമായിരിക്കുന്നു. കണ്ണീരും വിയർപ്പും രക്തവും പൊടിപടലങ്ങളും ആ മുഖത്ത് പറ്റിച്ചേർന്നിരിക്കുന്നു. കാണാൻ കൊതിച്ച തിരുമുഖം തുവാല കൊണ്ടവൾ ഒപ്പി.
ആരാലും നിർബന്ധിക്കപ്പെടാതെ സ്വന്തം രക്ഷ നോക്കാതെ മറ്റുള്ളവരുടെ പരിഹാസം പരിഗണിക്കാതെ അവൾ ഈശോയെ ആശ്വസിപ്പിച്ചു. നിഷ്കളങ്കമായ സ്നേഹത്തിന് ഈശോ തൻ്റെ തിരുമുഖം പതിച്ചു നൽകി. മറ്റാരും അറിയാതെ കയ്യിൽ കരുതിയിരുന്ന ദാഹജലം അവൾ ഈശോയുടെ ചുണ്ടോടടുപ്പിച്ചു. കഷ്ടം! പടയാളികൾ ആ വെള്ളം തട്ടിത്തെറിഞ്ഞു. അവർ ഈശോയെ തള്ളി നീക്കി. ദാഹിച്ചു വരളുന്ന ചുണ്ടുകളും വറ്റിയുണങ്ങിയ നാവുമായി അവിടുന്ന് വീണ്ടും നടക്കുന്നു. അവിടത്തേക്ക് പരാതിയില്ല, കണ്ണുകളിൽ പരിഭവമില്ല. ചെങ്കുത്തായ കാൽവരിക്കുന്നുകളിലൂടെ കുരിശുയാത്ര അതാ മുന്നോട്ട് നീങ്ങുകയാണ്. ഉരുളൻ കല്ലുകൾക്കിടയിൽ കാലുറയ്ക്കുന്നില്ല. വസ്ത്രം ശരീരത്തോട് ഒട്ടിപ്പിടിച്ചു, തലകറങ്ങി, കൈകൾ കുഴഞ്ഞവിടുന്ന് വീണ്ടും നിലത്തു വീണു. കഠോരമായ വേദന, നിവർന്നു നിൽക്കാൻ അവിടത്തേക്ക് ആവുന്നില്ല. കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പ് തന്നെ പാതി വഴിയിൽ വച്ച് ഈശോ മരിച്ചുപോയേക്കുമെന്ന് യൂതന്മാർ കരുതി. വയലിൽ നിന്ന് വരുന്ന ശിമയോനെ ഈശോയുടെ കുരിശെടുക്കാൻ അവർ നിർബന്ധിച്ചു. കുറ്റവാളികളോടൊപ്പം കുരിശെടുത്ത് നടക്കാൻ വിസമ്മതിച്ച ശിമയോനെ അവർ ശകാരിച്ചു, ഭീഷണിപ്പെടുത്തി. ആദ്യം മടിച്ചെങ്കിലും ശിമയോൻ ഈശോയുടെ കുരിശ് താങ്ങി. കൂടെ നിന്ന് കുരിശെടുത്ത ശിമയോനെ കാരുണ്യപൂർവം കർത്താവ് നോക്കി, സ്നേഹം കൊണ്ടവനെ പൊതിഞ്ഞു. കുരിശുയാത്ര അതാ മുന്നോട്ട് നീങ്ങുകയാണ്. ജെറുസലേം വഴിയോരത്ത് യേശുവിനെ പ്രതി കരയുന്ന ഒരു പറ്റം സ്ത്രീകൾ. അവരുടെ വിലാപം ഇളം തെന്നൽ പോലെ അവിടുത്തെ കാതിലെത്തി. കുരിശിനിടയിലൂടെ മുഖമുയർത്തി അവിടുന്ന് നോക്കുന്നു. പതിവില്ലാത്ത ബഹളം കേട്ട് പാതയോരത്ത് ഓടിയെത്തിയവരാണവർ. തങ്ങൾക്ക് പ്രിയപ്പെട്ട ഈശോ, തങ്ങൾക്ക് ആശ്വാസമായിരുന്നവൻ കൊലക്കളത്തിലേക്ക് ഇതാ വലിച്ചിഴക്കപ്പെടുന്നു. ഓശാന വിളികൾ അവരുടെ കാതിൽ നിലച്ചിട്ടില്ല. അവരുടെ കണ്ണീർ ഈശോയുടെ ഹൃദയത്തെ തൊട്ടു. അവിടുന്ന് ശിരസ്സുയർത്തി ആശീർവദിക്കാനാവാത്ത വിധം തളർന്നു താണ കൈകൾ ഉയർത്തി അവിടുന്ന് അവരെ ആശ്വസിപ്പിച്ചു. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. കുരിശിന്റെ വഴിയിൽ ജെറുസലേമിന്റെ പതനം ഈശോ പ്രവചിച്ചു. മനുഷ്യത്വപരമായ പരിഗണനകളൊന്നുമില്ലാത്ത പരിഹാരയാത്ര. ഉന്തിയും തള്ളിയും മർദ്ദിച്ചും അവരവനെ മുന്നോട്ട് നയിച്ചു. തിരിച്ചറിയാനാവാത്ത വിധം അവിടുത്തെ ശരീരം അതാ വിരൂപമായി. വീണും എഴുന്നേറ്റും തകർന്നും തളർന്നും ആ അന്ത്യയാത്ര ഗാഗുൽത്താ മലയിലെത്തി. പടയാളികൾ അവിടുത്തെ തോളിൽ നിന്ന് മരക്കുരിശു വലിച്ചു മാറ്റി.
ഭൂമിക്കും ആകാശത്തിനുമിടയിൽ ഈശോയുടെ ശരീരം കുരിശിൽ തൂങ്ങി നിൽക്കുന്നു. അതികഠിന വേദനയിൽ അവിടുന്ന് വാവിട്ട് കരയുന്നു. യൂദന്മാരുടെ രാജാവേ, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. നീ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കൂ. ഇത് എഴുതിയത് ശരിയായില്ല. യൂദന്മാരുടെ രാജാവെന്നല്ല, യൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുമെന്ന് പറഞ്ഞില്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക. വിവശനായ ഈശോ സമീപത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയെ നോക്കി. സ്ത്രീ, ഇതാ നിങ്ങളുടെ മകൻ. തുടർന്ന് യോഹന്നാനെ നോക്കുന്നു. യേശുവിൻ്റെ സ്വരത്തിലും ഇതാ നിന്റെ അമ്മ. ഏൽ ഏൽ ലാമാ ശബക്താൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു. നിൽക്കൂ, നിൽക്കൂ, ഏലിയ അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു.